കാരണം എന്നുള്ള കാര്യം ഇപ്പോൾ കാങ്കോൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ സുനിൽകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ സുനിൽകുമാർ. ഈ ഒരു BLOന്റെ ജീവനൊടുക്കിയ സംഭവം തീർച്ചയായും ഒരു ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു സംഭവത്തിൽ എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? ഈ ഒരു ജോലി സമ്മർദ്ദം തന്നെയാണോ ഇത്തരത്തിൽ ജീവനൊടുക്കാനുള്ള കാരണം? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് രാവിലെയാണ് നമ്മുടെ മുമ്പിൽ ഈ വിവരം അറിയുന്നത്. രാവിലെ ഒരു 10 മണിക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു വാർത്ത വന്നപ്പോൾ നമ്മൾ ആ സമയത്ത് തന്നെ ഓടിയെത്തി. ഇവിടെ തൊട്ട് അയൽവാസിയാണ് ഞാൻ താമസം തന്നെ. അപ്പോൾ ഓടിയെത്തിയപ്പോൾ പറഞ്ഞൊരു കാര്യം, കഴിഞ്ഞ കുറേ ദിവസമായി അനീഷ് മാനസികമായിട്ട് വലിയ സമ്മർദ്ദത്തിലായിരുന്നു. ആ സമ്മർദ്ദം എന്ന് മാറ്റാൻ കാരണം അനീഷ് അങ്ങനെ ഒരു പൊതുവായിട്ട് എല്ലാ നാട്ടിനകത്തും അങ്ങനെ ഇളകി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനല്ല. പക്ഷേ ഈ പറയുന്ന BLOന്റെ പണിയെടുക്കുന്നതുകൊണ്ട് തന്നെ കുറേ ആളുകളെ വലിയ പരിചയമില്ലാത്തൊരു പ്രശ്നം ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അതുകൊണ്ട് തന്നെ കുറേ ഇത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അനീഷ് എനിക്ക് പണി ആവില്ല എന്ന് പറഞ്ഞ് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മുടെ മുമ്പിലെ വിവരം. അത് അനീഷിൻ്റെ അച്ഛനോടും അമ്മയോടും അവരുടെ ഭാര്യയോടും ഞാൻ രാവിലെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഇത് ഒഴിവാക്കി തരണം എന്ന് പലപ്പോഴും പറഞ്ഞപ്പോഴും അത് പറ്റില്ല എന്നുള്ള ഭാഗത്ത് സമ്മതം ഉണ്ടാവുകയും ഇപ്പോഴെന്തോ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ്. പക്ഷേ 2 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ എല്ലാം തിരിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതിൽ മാനസികമായിട്ട് വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. ആ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് അമ്മയും ഭാര്യയും നമ്മോട് പറഞ്ഞത്. ഇന്നലെ രാത്രി തന്നെ 1 മണി. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മറ്റെന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ അത് സംബന്ധിച്ച് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ ഒരു അനീഷിന് ഉള്ളതായി എന്തെങ്കിലും അറിവുണ്ടോ? സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങനെയൊന്നുമില്ല. ഈ BLOന്റെ ഭാഗമായി SIRമായി ബന്ധപ്പെട്ട ഒറ്റ വിഷയമാണ് അനീഷിനെ മാനസികമായി സമ്മർദ്ദത്തിലാക്കിയത്. അതുമാത്രമല്ല, ഈ അനീഷിന് എല്ലാവിധ സഹായവും ഇവിടുത്തെ പൊതുപ്രസ്ഥാനത്തിന് ആളുകൾ ഉൾപ്പെടെയെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഇത്രയും കാലം പോയത്. ബാക്കി 150 മാത്രമാണ് ബാക്കിയുള്ളത്. 150-160 ബാക്കിയുള്ളത്. ഈ ബാക്കി വരുന്ന തൊട്ടടുത്ത BLO അവർക്ക് അതിൻ്റെ തൊഴിൽ അവരെ ഉത്തരവാദിത്തം കഴിഞ്ഞുകൊണ്ട് BLO കൂടി ഇന്ന് സഹായിക്കാമെന്ന് അനീഷോട് പറഞ്ഞ് ഇവർ രണ്ടുപേരും ഇന്ന് പോകാൻ വേണ്ടി തന്നെയാണ്. ഈ അനീഷിനെയാണ് ആശ്രയിച്ചുകൊണ്ടാണ് ജോർജ് മാഷായാലും മാഷ് ഭാര്യയായാലും അതുപോലെ തന്നെ അനീഷിൻ്റെ ഭാര്യയായാലും സഹോദരനായാലും എല്ലാം ജീവിച്ചു പോകുന്നത് അനീഷിനെ ആശ്രയിച്ചുകൊണ്ടാണ്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ സുനിൽകുമാർ. പയ്യന്നൂർ മണ്ഡലം 18-ാം ബൂത്ത് BLO അനീഷാണ് കിടപ്പുമുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു ജോലി സമ്മർദ്ദമാണ് ഈ ജീവനൊടുക്കാൻ കാരണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് വീട്ടുകാർ ഉന്നയിക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് അനീഷിനെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കണ്ണൂരിലാണ് സംഭവം. കണ്ണൂർ പയ്യന്നൂരിലാണ് BLO ആയ അനീഷ് ജീവനൊടുക്കിയത്. 18-ാം ബൂത്തിലെ BLO ആണ് അനീഷ്. ഇന്ന് രാവിലെയോടെയാണ് അനീഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്.